I wanted to do a live stream about Toppi's issue today, but I cannot do that because I don't have enough subscribers to go for a live. It's okay. പക്ഷേ ഞാൻ തൊപ്പിയുടെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ ഒരു ദിവസം ആക്സിഡൻ്റലി കണ്ടാലും ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. അത്ര എന്തോ ഒരു അത്ര ഒരു സിവിലൈസ്ഡോ ഒന്നുമായിട്ട് തോന്നാറില്ല, അതുകൊണ്ട് കാണാറില്ല. പക്ഷേ ആക്സിഡൻ്റലി ഒരു ദിവസം പെട്ടെന്ന് തൊപ്പിയുടെ ഒരു വീഡിയോ കാണാൻ ഇടയാവുകയാണ്. അതായത് അതിലുള്ള ആൾക്കാരുടെയൊക്കെ നാക്കഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായിപ്പോയി. നമ്മുടെ ഫാമിലിയിലുള്ള ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അത്ര എന്തോ ഒരു ഭയങ്കര എന്താ പറയുക, നാണക്കേട് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറം എക്സ്ട്രീമായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വെച്ചിട്ടും ഇത്രയായിട്ടും ഇവർക്കെതിരൊന്നും ഒരു നടപടി പോലും എടുക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇന്നത്തെ ന്യൂസിൽ കണ്ടു തൊപ്പിയുടെ ചാനൽ പൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു ഇതിന് കുറച്ച് അത് ഒരുവിധ ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇത്രയും വൃത്തികെട്ട രീതി ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള വിഷ്വൽസൊക്കെയും പുറത്തു വിട്ടിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ എന്ന്. ഒരു പക്ഷേ ക്യാഷിൻ്റെ ഒരു പവർ കൊണ്ടായിരിക്കാം ഇത്രയും പിടിച്ചു നിന്നതെന്നൊക്കെ വിചാരിച്ച്. എനിവേ ഒരു കേസ് അതിനെക്കുറിച്ച് വരികയും അതിലിപ്പോൾ പോലീസ് അന്വേഷിക്കുകയും ആളുടെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടുകയൊക്കെ യൂട്യൂബ് ചാനൽ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് എന്താ പറയുക, ഇത്തിരി ആ വാർത്ത കേട്ടപ്പം ഇത്തിരി ഒരു സമാധാനമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് സമൂഹത്തിൽ. ഇനി ഇതുപോലെ ഒരുപാട് പേര് ചെയ്യും, എങ്ങനെ വേണേലും ഫേമസ് ആയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ സമൂഹത്തിലുള്ള മൂല്യങ്ങൾ എല്ലാം ഒരുവിധമൊക്കെ തകർന്നു തുടങ്ങി. ഇപ്പോൾ ഒരുവിധ ആൾക്കാരും നമ്മൾ കാണുമ്പോൾ ഡ്രഗ്സ്, പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ, അതൊക്കെയാണ്. ഇവരുടെ വീഡിയോയിലും ഞാനന്ന് കണ്ടു ഡ്രഗ്സൊക്കെ എടുത്തിട്ട് പരസ്യമായിട്ട് കാണിക്കുന്നതോ അത് വെക്കുന്ന സ്ഥലമൊക്കെ കാണിക്കുന്നതോ ഒക്കെ. അതിൻ്റെയൊക്കെ ഇനി നടപടികൾ വരുമായിരിക്കും. എനിവേ ഇക്കാര്യത്തിൽ ഐ ആം ജസ്റ്റ് സാറ്റിസ്ഫൈഡ്.